സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം നടക്കുകയാണ്. ആണുങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. ഇത് അർണേഷ് വിധിയുടെ നഗ്നമായ ലംഘനമാണ്. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, സമരഭടൻ അഴിക്കുള്ളിലായി. മാങ്കൂട്ടത്തിന് വേണ്ടി അതിജീവിതയെ അധിക്ഷേപിച്ച് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ രാഹുൽ ഈശ്വറിനെ കോടതി ജയിലിൽ കിടക്കാൻ പറഞ്ഞു 14 ദിവസത്തേക്ക്. അപ്പോൾ രാഹുൽ ഈശ്വറിന്റെ വിലാപം ഇങ്ങനെയാണ്. പച്ചക്കള്ളമാണ് ഈ കേസ്. ജയിലിൽ നിരാഹാര സമരത്തിലേക്ക് പോവാണ്. പക്ഷെ കോടതി പറഞ്ഞത് നിർണായകമായ കാര്യങ്ങളാണ്. 3 നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്. 1, രാഹുൽ ഈശ്വർ ചെയ്ത കുറ്റം നിസ്സാരമായി കാണാനാകില്ല. 2, സമാന കുറ്റം ഇനി ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. 3, ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിച്ചേക്കാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോടതി രാഹുൽ ഈശ്വറിന്റെ ജാമ്യം നിഷേധിച്ചത്. ഒപ്പം ഇതൊരു സംഘടിതമായ കുറ്റകൃത്യമാണോ എന്നുള്ള സംശയവും കോടതി മുന്നോട്ട് വെച്ചു. ഒപ്പം രാഹുൽ ഈശ്വർ ചെയ്ത വീഡിയോകൾ ചേംബറിൽ വെച്ച് ജഡ്ജി കണ്ടു. മാത്രമല്ല ലാപ്ടോപ്പും പരിശോധിച്ചു. അതിനുശേഷമാണ് കോടതി നിർണായകമായ തീരുമാനം പറഞ്ഞത്. സത്യത്തിൽ കെ മുരളീധരൻ പറഞ്ഞതാണ് കാര്യം. ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പത്രമാധ്യമ രംഗത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഇതുപോലത്തെ വൃത്തികെട്ട കുറേ ആളുകൾ ഇന്ന് കടന്നുകൂടിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയുടെ സൽപ്പേരില്ലാതാക്കാൻ. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പൊക്കിയാലൊന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരൊന്നുമല്ല. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. 12 വീഡിയോകളാണ് രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ ചെയ്തത്. അതിൽ മിക്കതും അങ്ങേയറ്റം മോശകരമായ രീതിയിൽ അതിജീവിതയെ അധിക്ഷേപിക്കുന്നതാണ്. പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയും മറ്റും പരോക്ഷമായി പുറത്തുവിടുന്ന രീതിയിലുള്ളതാണ് വീഡിയോകൾ. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുക എന്നതാണ് രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരുന്ന അജണ്ട എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ 12 വീഡിയോകൾ. എന്തായാലും രാഹുൽ ഈശ്വറിനെതിരായ കോടതി വിധി അതിജീവിതയെ അധിക്ഷേപിച്ച എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ശക്തമായ മുന്നറിയിപ്പുമാണ്. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ ആൾക്ക് ജാമ്യമില്ല എങ്കിൽ അതിജീവിതയെ ബലാത്സംഗം ചെയ്ത, അതിജീവിതയെ ഉപദ്രവിച്ച, അതിജീവിതയുടെ ഗർഭം അലസിപ്പിച്ച ആൾക്ക് ജാമ്യം കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇത് ഒരു സാധാരണ കേസല്ല. അങ്ങനെയുള്ള ഒരു കേസായി ആരും കാണേണ്ട എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് രാഹുൽ ഈശ്വറിന്റെ എതിരായ കോടതി നടപടി, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ കോടതി റിമാൻഡിൽ വിട്ട നടപടി. ഒപ്പം കോടതി പറഞ്ഞ കാര്യങ്ങളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ പെൺകുട്ടിയുടെ വിവാഹ ചിത്രങ്ങളും വ്യാപകമായി പ്രചരിപ്പിച്ചവരെ എല്ലാം തേടി പോലീസ് എത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി അറസ്റ്റ് പേടിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിരോധിക്കാൻ ഇറങ്ങിയ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. സത്യത്തിൽ സന്ദീപ് വാര്യറാണ് പെൺകുട്ടിയുടെ ചിത്രങ്ങൾ പുറത്തു വരുന്ന രീതിയിലുള്ള ഗൂഢമായ നീക്കങ്ങൾ നടത്തിയത് എന്ന് തന്നെ പറയാം. പെൺകുട്ടിയുടെ വിവാഹത്തിൽ താൻ പങ്കെടുത്തിരുന്നു, പെൺകുട്ടിയുടെ ഭർത്താവും പെൺകുട്ടിയും വിവാഹമോചിതരല്ല എന്ന സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടെയാണ് മാങ്കൂട്ടത്തിന്റെ സൈബർ വെട്ടുകിളിക്കൂട്ടം സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ പോയി, അല്ലെങ്കിൽ ടൈം ലൈനിൽ പോയി തിരഞ്ഞ് പെൺകുട്ടിയുടെ വിവാഹ ചിത്രം ആ ഡേറ്റ് നോക്കി എടുത്ത് പ്രചരിപ്പിച്ചത്. കോൺഗ്രസ് സൈബർ ടീമും അതിന് വേണ്ട പ്രോത്സാഹനം നൽകിയെന്ന് പിന്നീട് വന്ന വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യറും കുടുങ്ങുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സന്ദീപ് വാര്യർ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ആ പെൺകുട്ടിയെ ക്രൂരമായ സൈബർ ആക്രമണത്തിലേക്ക് ഇട്ടുകൊടുത്ത, കൊത്തിപ്പറിക്കുന്ന രീതിയിലുള്ള സൈബർ ആക്രമണത്തിലേക്ക് ഇട്ടുകൊടുത്തതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ സന്ദീപ് വാര്യർ ആണ് എന്ന് തന്നെ പറയാം. കുറ്റമെല്ലാം നിഷേധിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു പരാമർശവും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചെയ്യാൻ മാത്രം വിവേകശൂന്യനല്ല ഞാൻ. മാത്രമല്ല, വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് അത് സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ മാത്രം ബുദ്ധിശൂന്യനുമല്ല ഞാൻ. കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആയതിനാൽ ഞാൻ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്കെതിരെ ഒരു നിയമപ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ലക്ഷ്മി പത്മ അടക്കമുള്ള ചിലർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ധാർമ്മികതയുടെ പേരിലാണ് അത് ചെയ്തത് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. പക്ഷേ അതിന് മുമ്പിട്ട പോസ്റ്റിൽ സന്ദീപ് വാര്യർ പറയുന്നത് ഇങ്ങനെയാണ്: മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയും മറ്റു ചിലരും പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കല്യാണ ഫോട്ടോ ചിലർ ദുരുപയോഗം ചെയ്യുന്നതായി കാണിച്ച് ഡിലീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരുന്നു. പരാതിക്കാരിയുടെ ഐഡന്റിറ്റി പുറത്തു പോകുന്നത് ശരിയല്ലാത്തതിനാൽ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ അത് ഡിലീറ്റ് ചെയ്യുകയാണ്. വാസ്തവത്തിൽ പഴയ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യേണ്ടതില്ല
എന്നായിരുന്നു ഞാൻ ആദ്യം തീരുമാനിച്ചത് എങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം പങ്കുവച്ച കല്യാണ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണ്. അതായത് കുറ്റം നിഷേധിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് താൻ പോസ്റ്റ് ഇടും മുമ്പ് തന്നെ കല്യാണ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു എന്നാണ്. എന്നാൽ അതിനു മുമ്പുള്ള പോസ്റ്റിൽ പറയുന്നു ലക്ഷ്മി പത്മയും മറ്റും ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് പോസ്റ്റ് ഇതാ ഡിലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കല്യാണ ഫോട്ടോ ഇതാ ഡിലീറ്റ് ചെയ്യുന്നു, പോസ്റ്റ് ഇട്ട ശേഷം കല്യാണ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു എന്നാണ്. അതായത് അതിനു മുമ്പ് തന്നെ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയും ഫോട്ടോയും മാങ്കൂട്ടം ടീമിന്റെ കയ്യിൽ എത്തിയിരുന്നു. അതിനുശേഷം ഞാൻ ഇനി ഒന്നും അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിലാണ് സന്ദീപ് വാര്യർ പെരുമാറുന്നത്. എന്തായാലും അറസ്റ്റ് ഭയന്ന് മുൻകൂർ ജാമ്യം തേടി ആൾ പോയിട്ടുണ്ട്. കോൺഗ്രസിലെ സന്ദീപ് വാര്യരുടെ ഗോഡ്ഫാദറായ ഷാഫി പറമ്പിലിന്റെ നിർദ്ദേശപ്രകാരം മാങ്കൂട്ടത്തെ രക്ഷിക്കാൻ രാഹുൽ ഈശ്വറിന്റെ വീഡിയോയ്ക്ക് മറുപടി എന്ന രീതിയിലാണ് സന്ദീപ് വാര്യർ ഈ വൃത്തികെട്ട കളി കളിച്ച് പെൺകുട്ടിയുടെ ഐഡന്റിറ്റി എല്ലാവരിലേക്കും മനഃപൂർവ്വം എത്തിച്ചത്. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ വീഡിയോകളും സന്ദീപ് വാര്യരുടെ പോസ്റ്റുകളും പാരയാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് ഉറപ്പാവുകയാണ്. രാഹുൽ ഈശ്വറിന്റെ കാര്യം വെച്ചും മറ്റും നോക്കുമ്പോൾ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം തള്ളാനുള്ള സാധ്യതയാണ് ഏറെ കാണുന്നത്. നിയമവിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് ഇതാണ്. കാരണം ഡോക്ടർമാരുടെ റിപ്പോർട്ടും ഗുരുതരമായ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാനസിക പീഡനം സഹിക്കവയ്യാതെ പെൺകുട്ടി 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നുള്ള വാർത്തകളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് പാരയാകാൻ തന്നെയാണ് സാധ്യത. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളാനുള്ള സാധ്യതകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സിനിമാ സൗഹൃദങ്ങളും കുടുങ്ങുമെന്നുള്ള സൂചനകളും പുറത്തു വരികയാണ്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്ന് രക്ഷപ്പെട്ടു പോയത് ഒരു ചുമന്ന പോളോ കാറിലാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ കാറ് മാങ്കൂട്ടവുമായി സൗഹൃദമുള്ള ഒരു യുവനടിയുടേതാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഈ കാറിൽ മാങ്കൂട്ടം സംസ്ഥാനം വിട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം. യുവതി മുഖ്യമന്ത്രിക്ക്, അതായത് പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് രാഹുൽ സ്വന്തം വാഹനം ഫ്ളാറ്റിൽ തന്നെ ഇട്ട ശേഷം കണ്ണാടി പഞ്ചായത്തിലെ പ്രചരണം അവസാനിപ്പിച്ച് ചുവന്ന കാറിൽ കയറിപ്പോയത്. അതിവിദഗ്ധമായാണ് രാഹുലിന്റെ യാത്ര എന്നൊക്കെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പരമാവധി CCTVകളെ ഒഴിവാക്കിയുള്ള യാത്രയാണ് എന്നും സൂചനയുണ്ട്. അതായത് CCTV ഉള്ള റോഡുകൾ ഒഴിവാക്കി ഇടറോഡുകളിലൂടെ സഞ്ചരിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്ത് പാലക്കാട് നിന്ന് പോയത് എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. അതിനിടയ്ക്ക് രാഹുൽ തിരുവനന്തപുരത്ത് വന്നു എന്ന തരത്തിൽ പരന്ന വാർത്ത തെറ്റാണെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. അത് മാങ്കൂട്ടം ടീം തന്നെ ക്രിയേറ്റ് ചെയ്ത വാർത്തയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്ന് ഒളിവിൽ പോയിട്ടില്ല, തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു നറേറ്റീവ്, അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന തങ്ങളുടെ നേതാവ് ഒരു രീതിയിലും ഒളിവിൽ പോയിട്ടില്ല, നിയമത്തിൻ്റെ മുന്നിൽ തന്നെയുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നത് എന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് തിരുവനന്തപുരത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് വക്കാലത്ത് ഒപ്പിട്ടു എന്നുള്ള രീതിയിൽ വാർത്ത പരത്തിയതിൻ്റെ, അതായത് വാർത്ത സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ പിന്നിലുള്ള വികാരം. നിയമത്തിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല എന്നും എല്ലാം നിയമപരമായി നേരിടുമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് നെഞ്ചു വിരിച്ച് പറഞ്ഞ ആളാണ് ഇപ്പോൾ 4 ദിവസമായി നിയമത്തെ പേടിച്ച് ഒളിച്ചു നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വൈരുദ്ധ്യമായ കാര്യം. എന്തായാലും മാങ്കൂട്ടത്തിൻ്റെ വെട്ടുകിളിക്കൂട്ടത്തിൻ്റെയും കുറച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കോൺഗ്രസ്സുകാരുടെയും അജണ്ട തീരുമാനിച്ചിരുന്ന രാഹുൽ ഈശ്വർ അഴിക്കുള്ളിലായത് ആ പെൺകുട്ടിക്ക്, ആ ഇരയ്ക്ക്, ആ അതിജീവിതയ്ക്ക് ആശ്വാസമാണ്. ഇല്ലെങ്കിൽ ഇനിയും പല ഇല്ലാ കഥകളും പറഞ്ഞു പരത്തി പുതിയ നറേറ്റീവ് സൃഷ്ടിച്ചേനെ. കഴിഞ്ഞ കുറച്ച് ദിവസമായി കോൺഗ്രസ് അണികളുടെ അജണ്ട നിശ്ചയിച്ചിരുന്നത് രാഹുൽ ഈശ്വർ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അയാളുടെ സംഘപരിവാർ പശ്ചാത്തലം എല്ലാം മറന്ന് കോൺഗ്രസ് അനുഭാവികൾ രാഹുൽ ഈശ്വറിൻ്റെ രാഹുൽ മാങ്കൂട്ടം വാഴ്ത്തുപാട്ടുകളും അതിജീവിതയ്ക്കെതിരായ അധിക്ഷേപങ്ങളും കേട്ട് നിലപാട് സ്വീകരിച്ചു. അതിനാണ് കോടതി അറുതി വരുത്തിയിരിക്കുന്നത്. ഇനിയെങ്കിലും കോൺഗ്രസ്സുകാർ ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നന്നായിരിക്കും. ആരാണ് നിങ്ങളുടെ നേതാവെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. രാഹുൽ ഗാന്ധിയാണ് നിങ്ങളുടെ നേതാവ്, അല്ലാതെ രാഹുൽ ഈശ്വർ അല്ല. പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ, രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ആർജവത്തോടെ നിലപാട് പറയുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട്? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.